ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് 121 പരം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപേക്ഷ ഫീസൊന്നുമില്ല. CMD വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സർക്കാർ സ്ഥാപനമായ മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലാണ് വിവിധ തസ്തികകളിലേക്ക് 121 പരം ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജാനുവരി 8, 2026 മുതലാണ്. ജാനുവരി 22, 2026 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഫീൽഡ് ഓഫീസിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സോയിൽ സർവേ ഓഫീസർ തസ്തികയിലേക്ക് 12 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അഗ്രികൾച്ചറാണ്. കൂടാതെ 6 മാസത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 46,230 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. 19 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ VHSC അഗ്രികൾച്ചറാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 21,070 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ലാസ്കർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. SSLC പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മാസശമ്പളം 19,310 രൂപയാണ് ലഭിക്കുക. അടുത്തത് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. 12 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അഗ്രികൾച്ചറാണ്. ഡിസറബിൾ ക്വാളിഫിക്കേഷനായി 6 മാസത്തെ ലാബ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 46,230 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ലൈഫ് സയൻസ് ആണ്. കെമിസ്ട്രി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 21,070 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ലാബ് അറ്റൻഡർ പോസ്റ്റാണ്. 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. SSLC പാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 19,310 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പാസ് ഇൻ VHSC അഗ്രികൾച്ചറാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 21,070 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് മറ്റു വകുപ്പിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ആദ്യം GIS എക്സ്പെർട്സ് പോസ്റ്റാണ്. 20 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 32,550 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് പോസ്റ്റാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മിനിമം 15 വർഷത്തെ സോയിൽ സർവേയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 50,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ്. 7 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 12th പാസ് പ്ലസ് DC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 36 വയസ്സ് വരെയാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 22,240 രൂപയാണ് ലഭിക്കുന്നത്. ഓഗസ്റ്റ് 1, 2025 കണക്കാക്കിയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ എക്സാമിനേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ്, GED പ്രൊഫഷൻസി ടെസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ തസ്തികയ്ക്കും വെവ്വേറെ അപേക്ഷകൾ അയക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഉണ്ടായിരിക്കേണ്ടതാണ്. റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ ഇത് സജീവമായി സൂക്ഷിക്കേണ്ടതാണ്. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രജിസ്റ്റേർഡ് ഇമെയിൽ വഴിയാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വഴി അറിയിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പുതിയ ഫോട്ടോ സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന സ്ഥലത്ത് അപ്ലോഡ് ചെയ്യണം. സ്കാൻ ചെയ്ത ഇമേജ് സൈസ് 200 KB കുറവായിരിക്കണം. അത് JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ വെള്ളക്കടലാസിൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തി സ്കാൻ ചെയ്ത് ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന
സ്ഥലത്ത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഇമേജ് സൈസ് JPG ഫോർമാറ്റിലായിരിക്കണം, 50 KB താഴെയുമായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.